ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ പാർട്ട് 4 നോക്കുന്നത്. ഭാഗം 4 പറയുന്നത് ഭാഷാ ന്യൂനപക്ഷ സ്പെഷ്യൽ ഓഫീസർ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ഈ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റിയാണ്. ആദ്യം ഭാഷാ ന്യൂനപക്ഷ സ്പെഷ്യൽ ഓഫീസറാണ്. ഒരു സംസ്ഥാനത്തിലോ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തോ ഭൂരിപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ മാതൃഭാഷ സംസാരിക്കുന്ന ജനവിഭാഗമാണ് ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനത്തിലോ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ടുള്ള സ്ഥലത്തോ ഭൂരിപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ മാതൃഭാഷ സംസാരിക്കുന്ന ജനവിഭാഗത്തെയാണ് ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഭാഷാ ന്യൂനപക്ഷ സ്പെഷ്യൽ ഓഫീസർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1957 ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായുള്ള സ്പെഷ്യൽ ഓഫീസർ നിയമിതനായത്. അപ്പം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായുള്ള സ്പെഷ്യൽ ഓഫീസറിനെ നിയമിച്ചതെന്നാണ് 1957. ഇതിനായി 1956 7ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം ഭരണഘടനയുടെ ഭാഗം 17 350B എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർത്തു. അപ്പം 7th അമെൻമെൻറ്റ് പ്രകാരം 1956 7th അമെൻമെൻറ്റ് പ്രകാരം ഏത് വകുപ്പാണ് കൂട്ടിച്ചേർത്തത്? 350B എന്ന് പറയുന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തത്. 350B എന്താണ്? ഭാഷാ ന്യൂനപക്ഷ സ്പെഷ്യൽ ഓഫീസറെ പറ്റി പറയുന്ന വകുപ്പാണ്. അത് കൂട്ടിച്ചേർത്തു ഭാഗം 17. ഭരണഘടനയുടെ ഭാഗം 17 എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഭാഷാ ന്യൂനപക്ഷ സ്പെഷ്യൽ ഓഫീസറുടെ ചുമതലകളാണ്. വികസനത്തിനും ദേശീയ ഉദ്ഗ്രഥനത്തിനും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തുല്യ അവസരങ്ങൾ നൽകുക. അതാണ് ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തുല്യ അവസരങ്ങൾ നൽകുക. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവരെ സംരക്ഷിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുക. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും സംരക്ഷണങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ഉറപ്പാക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യം എന്താണ് പറഞ്ഞത്? അവകാശങ്ങളെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുക. പിന്നീട് എന്താണ് പറഞ്ഞത്? ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവരെ സംരക്ഷിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുക. ആദ്യം തുല്യ അവസരങ്ങൾ, പിന്നെ അവബോധം, അവകാശങ്ങളും സംരക്ഷണങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും 3 എണ്ണമാണ് ചുമതലകൾ. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നിലവിൽ ആരാണ് ഭാഷാ ന്യൂനപക്ഷ സ്പെഷ്യൽ ഓഫീസർ? സ്പെഷ്യൽ ഓഫീസർ ശ്രീ ശ്രീനിവാസ് ദണ്ഡയാണ്. നിലവിലത്തെ ഭാഷാ ന്യൂനപക്ഷ സ്പെഷ്യൽ ഓഫീസർ. അടുത്തതിനി നമ്മൾ നോക്കുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ 1992 ഇന്ദിരാ സാനി കേസിൻ്റെ ഫലമായിട്ടാണ് ദേശീയ പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ടുള്ള ഒരു കമ്മീഷൻ വരുന്നത്. ഇത് നിലവിൽ വരുന്നത് 1993 ഓഗസ്റ്റ് 14 1993 ഓഗസ്റ്റ് 14 ഇത് നിലവിൽ വരുന്നത്. ഇത് നിലവിൽ വരുമ്പോൾ ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല. 2018 102ാം ഭേദഗതി നിയമത്തിലൂടെയാണ് ഇതിന് ഭരണഘടനാ പദവി ലഭിക്കുന്നത്. അപ്പോൾ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് ഏത് ഭേദഗതിയിലൂടെയാണ്? 102ാം ഭേദഗതിയിലൂടെയാണ്. ഇത് 102ാം ഭേദഗതി എന്നാണ്? 2018 2018 102ാം ഭേദഗതിയിലൂടെയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത്. അപ്പം ഭരണഘടനാ പദവി ലഭിക്കുമ്പോൾ ഏത് ആർട്ടിക്കിളിലായിരിക്കും ഇത് പറയുന്നത്? ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്ത് കാണുമല്ലോ. ആർട്ടിക്കിൾ 338B ആണ്. ആർട്ടിക്കിൾ 338Bയിലാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ പറ്റി പറയുന്നത്. ഇനി ഇതിൻ്റെ ഘടന നമുക്ക് നോക്കാം. ഒരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും 3 അംഗങ്ങളും അടങ്ങുന്നതാണ് ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത്. മൊത്തം 5 അംഗങ്ങളാണ് ഉള്ളത്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ആദ്യ ചെയർമാൻ ആരാണ്? ആദ്യ ചെയർമാൻ RN പ്രസാദ് ആണ്. നിലവിലത്തെ ചെയർമാൻ, ഇപ്പോൾ നിലവിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഹൻസ് രാജ് ആഹിറാണ്.
ഹൻസരാജ് ആഹിറാണ് നിലവിലത്തെ ചെയർമാൻ. ചെയർമാൻ്റെ യോഗ്യത എന്താണ്? യോഗ്യത എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗത്തിലെ അംഗവും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനും ആയിരിക്കണം. എങ്ങനെയാണ്? ചെയർമാൻ്റെ യോഗ്യത എന്താണ്? അദ്ദേഹം പിന്നാക്ക വിഭാഗത്തിലെ ഒരു അംഗമായിരിക്കണം, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനുമായിരിക്കണം. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലാണ്. അപ്പോൾ സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഉള്ളത്. സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴാരാണ്? ജി ശശിധരനാണ്. ഓർത്തിരുന്നോണം, സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജി ശശിധരനാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.